ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥലയിൽ നടത്തുന്ന തിരച്ചിലിൽ നിർണായക വഴിത്തിരിവുണ്ടായ ദിവസമാണെന്ന്. മൂന്നാം ദിവസത്തെ തിരച്ചിലിൽ അസ്ഥികൂടം കണ്ടെത്തി. നേത്രാവതി നദിയുടെ കരയിലെ കാട്ടിൽ നടത്തിയ തിരച്ചിലാണ് പുരുഷന്റേത് എന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്നും തത്സമയം ചേരുകയാണ്. റഹീസ്, അങ്ങനെ മൂന്നാം ദിനത്തെ തിരച്ചിലാണ് ഒരു അസ്ഥികൂടം അവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ അത് ഒരു സ്ത്രീയുടേതാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. പ്രാഥമികമായത് അത് പുരുഷന്റേതാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണവും ഒക്കെ പരിശോധനയൊക്കെ വേണ്ടിവരും. എന്താണ് അടുത്ത ഘട്ടം? ഇനിയും ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതിലേക്കൊക്കെ ഇനി എപ്പോഴാണ് കടക്കുക? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നൽകുന്ന പുതിയ വിവരങ്ങൾ? പ്രജിന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് DGPക്കും ഒപ്പം തന്നെ IG-ക്കുമൊക്കെ DIG-ക്കുമൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ ഇവരാരും ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. അവർ ഈ വിഷയമൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അവർ വഴി തന്നെയാണ് നമ്മൾ സ്ഥിരീകരിച്ചതും. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും തുറന്നു പറയാൻ അവർ തയ്യാറല്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നേത്രാവതി പാലത്തിന് സമീപമായിട്ടുള്ള ആ സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. 6-ാം നമ്പർ സ്പോട്ട്. ഈ 6-ാം നമ്പർ സ്പോട്ടിൽ 7 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. അതിൽ തന്നെയും 7 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടന്നത്. രാവിലെ ഒരു 11 മണിയോടുകൂടി പരിശോധന തുടങ്ങി. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നടത്തിയ പരിശോധനയിൽ 2.5 അടി കുഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ അസ്ഥികൂടം കണ്ടെത്തി എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. അത് പുറത്തേക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അത് പുറത്തെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് ഒരു ബോക്സ് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ബോക്സിൽ ഉണ്ടായിരുന്നത് ആ ബോക്സിലാണ് ഈ സ്കെൽറ്റന്റെ പാർട്ടുകളൊക്കെയും ഈ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളൊക്കെയും ഇട്ടുകൊണ്ട് വരേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ അകത്തുണ്ടായിരുന്ന ചിലരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് തലയോട്ടി എന്നൊന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നവർ പറയുന്നില്ല. അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരാളുടെ അസ്ഥി തന്നെയാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. അത് പലരുടെയും അസ്ഥികളാണ് എന്നുള്ള ഒരു നിഗമനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആദ്യ നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. അവർ അങ്ങനെ കാരണം പല മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ അസ്ഥികളും ഓരോ ബോക്സുകളിലാക്കി കൊണ്ടുപോവുക എന്നതാകും ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുക. അതിന് ഫോറൻസിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെയും ആ വിദഗ്ധ സംഘങ്ങൾ പലരുമൊക്കെ ഇവിടെ കഴിഞ്ഞ 3 ദിവസമായിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ 3-ാം ദിവസം നടത്തിയ ആ ഒരു പരിശോധനയിൽ ഉച്ചയോടുകൂടി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. ഇനി പരിശോധന നടത്താനുള്ളതൊക്കെയും ഈ പാലത്തിന് അറ്റമുള്ള പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലാണ് ഇനിയുള്ള പരിശോധനകളെല്ലാം. പ്രത്യേകിച്ച് 8-ാം നമ്പർ സ്പോട്ടും 9-ാം നമ്പർ സ്പോട്ടും ഒക്കെ റോഡിനോട് വളരെ അടുത്തു ചേർന്നുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനമായും പറയുന്നത്, ഇന്ന് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ മൊഴിയിൽ ഒരു അടിസ്ഥാനമുണ്ടായിരിക്കുന്നു, അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടുണ്ടെന്നാണ്. അതനുസരിച്ച് നടത്തിയ പരിശോധനയിൽ അദ്ദേഹം പറഞ്ഞ സ്ഥലത്തു നിന്നും മൃതദേഹം അല്ലെങ്കിൽ അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പരിശോധനകൾ, ഇനിയുള്ള ഓരോ സ്പോട്ടും പരിശോധിക്കുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി SIT അക്കാര്യം കൈകാര്യം ചെയ്യുകയുള്ളൂ. നേരത്തെ ആദ്യ 2 ദിവസങ്ങളിലും SITയുടെ ഭാഗത്തു നിന്ന് പ്രശംസനീയമായ ഒരു ഡ്യൂട്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പല CBI അടക്കം വന്നിട്ട് ഒരു തുമ്പുമില്ല എന്ന് പറഞ്ഞു പോയ പല കേസുകളും ധർമ്മസ്ഥലയിലുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പല കേസുകൾ, പല സംഭവങ്ങൾ അങ്ങനെയൊക്കെയും ഉള്ളൊരു സ്ഥലത്താണ് പ്രണബ് മൊഹന്തി എന്ന ഉദ്യോഗസ്ഥൻ്റെ DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളി പറയുന്നത് എന്തോ അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിലുള്ള കുഴിച്ചു പരിശോധന, ഫസ്റ്റ് സ്പോട്ടിലുള്ള കുഴിച്ചു പരിശോധന, ഇതൊക്കെയും അദ്ദേഹം പറഞ്ഞ അത്ര ആഴത്തിലാണ് പരിശോധിച്ചത്. അപ്പോൾ എന്തായാലും 3-ാം ദിവസം, ഒടുവിൽ ആ 3-ാം ദിവസം വന്നിരിക്കുന്നു. അതിൽ താൻ പറഞ്ഞതിൽ സത്യമുണ്ട്, കഴമ്പുണ്ട് എന്ന് തെളിയിക്കാൻ ശുചീകരണ തൊഴിലാളിക്ക് ഒരു അവസരം വന്നിരിക്കുന്നു. അദ്ദേഹം അത് ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇനിയുള്ള പ്രോസസ്സുകൾ കുറേയധികം സങ്കീർണമാണ്. ആരുടേത്, എന്തിന്, എങ്ങനെ, ആർക്കു വേണ്ടി, എപ്പോൾ എന്നൊക്കെയുള്ളതിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ SIT ഏറെ പണിപ്പെടേണ്ടി വരും. പ്രജിൻ, ധർമ്മസ്ഥലയിൽ നിന്നും മുഹമ്മദ് റഹീസാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അവിടെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടരും. മറ്റ് സ്ഥലങ്ങളിലേക്കും ഇനി അന്വേഷണ സംഘം നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.